നവരാത്രി ഒന്നാം ദിവസം ദേവി ശൈലപുത്രിയുടെ കഥ. നവരാത്രിയുടെ ഒന്നാം ദിവസം ആരാധിക്കപ്പെടുന്ന ദേവിയാണ് ശൈലപുത്രി. ശൈല എന്നാൽ പർവ്വതം, പുത്രി എന്നാൽ മകൾ എന്നാണർത്ഥം. അതായത് പർവ്വതരാജാവിന്റെ മകൾ. ഇവിടെ പർവ്വതരാജാവ് എന്നത് ഹിമാലയത്തെ സൂചിപ്പിക്കുന്നു. അതിനാൽ ശൈലപുത്രി എന്നത് ഹിമാലയപുത്രിയായ പാർവതി ദേവിയുടെ ഒരു സ്വരൂപമാണ്. ദേവി ശൈലപുത്രിയെ പ്രധാനമായും ഒരു വൃഷഭത്തിൽ, കാളയിൽ ആരോഹണം ചെയ്ത് വലത് കൈയിൽ ത്രിശൂലവും ഇടത് കൈയിൽ കമലമല്ലിക, താമരപ്പൂവ് പിടിച്ച നിലയിൽ ചിത്രീകരിക്കാറുണ്ട്. പൂർവജന്മത്തിലെ കഥ. സതീദേവി. ശൈലപുത്രിയുടെ കഥക്ക് പൂർവജന്മത്തിലേക്ക് പോകണം. ദക്ഷപ്രജാപതിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. അവളുടെ പേര് സതി. സതീദേവിയാണ് ശൈലപുത്രിയുടെ മുൻ അവതാരം. സതി ശിവനെ അതീവ ഭക്തിയോടെ ആരാധിച്ചു. അവനെത്തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ സതിയുടെ പിതാവായ ദക്ഷപ്രജാപതിക്ക് ശിവനോട് വലിയ വിദ്വേഷമുണ്ടായിരുന്നു. ശിവനെ അവൻ ഒരു യോഗിയും ഭസ്മം പൂശിയ ശരീരവും ചട്ടി ധരിച്ചവനുമായി കണ്ടു. തന്റെ മകൾക്ക് അയോഗ്യനെന്ന് കരുതി. പിന്നീടും സതി തന്റെ ആഗ്രഹം ഉപേക്ഷിക്കാതെ തപസ് ചെയ്തു. അവളുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ അവളെ വിവാഹം കഴിച്ചു. ദക്ഷയജ്ഞവും സതിയുടെ ത്യാഗവും. ഒരിക്കൽ ദക്ഷപ്രജാപതി ഒരു മഹായജ്ഞം, യാഗം ആരംഭിച്ചു. എല്ലാ ദേവതകളെയും മറ്റുള്ളവരെയും അദ്ദേഹം ക്ഷണിച്ചു. എന്നാൽ തനിക്ക് വിദ്വേഷമുള്ള ശിവനെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ സതിയെയും അദ്ദേഹം ക്ഷണിക്കാതെ വിട്ടു. സതി തന്റെ പിതാവിന്റെ യജ്ഞത്തിനു പോകണമെന്ന് ശിവനോട് ആവശ്യപ്പെട്ടു. ശിവൻ അത് അനുവദിച്ചില്ല. ക്ഷണിക്കാത്തൊരു ചടങ്ങിന് പോകുന്നത് ഉചിതമല്ലെന്നും അവിടെ അപമാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം സതിയെ ബോധ്യപ്പെടുത്തി. എന്നാൽ സതി തന്റെ പിതാവിനെ കാണാനായി അധികം ആകുലതയോടെയാണ്. അവസാനം ശിവന്റെ അനുമതിയില്ലാതെ തന്നെ സതി യജ്ഞസ്ഥലത്തെത്തി. അവിടെ അവളും ഭർത്താവും ശിവനും യജ്ഞത്തിന് ക്ഷണിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് ദക്ഷൻ അവളോട് നിരാകരണത്തോടെ ചോദിച്ചു. പിതാവിന്റെ ഈ അപമാനകരമായ സംസാരം സഹിക്കാനായില്ല സതിക്ക്. തന്റെ ഭർത്താവിനെ തന്നെ അപമാനിച്ച പിതാവിന്റെ മുമ്പിൽ ജീവിച്ചിരിക്കുന്നത് തനിക്ക് ലജ്ജാകരമാണെന്ന് ഫീലിംഗ് തോന്നി. ഈ അപമാനവും കോപവും സഹിക്കാനാവാതെ സതി തന്നെ യജ്ഞാഗ്നിയിൽ ഹോമിച്ചു ആത്മഹത്യ ചെയ്തു. ശൈലപുത്രിയായുള്ള അവതാരം. സതി അടുത്ത ജന്മത്തിൽ പർവ്വതരാജാവായ ഹിമവാന്റെ മകളായി ജനിച്ചു. ഈ ജന്മത്തിൽ അവൾക്ക് പാർവതി എന്നാണ് പേരിട്ടത്. അവൾ വീണ്ടും ദേവാദി ദേവനായ ശിവനെ വിവാഹം കഴിക്കുകയായിരുന്നു. ഈ അവതാരത്തിൽ അവൾ ശൈലപുത്രി എന്ന പേരിൽ അറിയപ്പെട്ടു. അതിനാൽ ശൈലപുത്രി എന്നത് സതിയുടെ പുനർജന്മമായ പാർവതിയുടെ ആദിമ സ്വരൂപമാണ്. അവൾ ശക്തിയുടെയും ശുദ്ധിയുടെയും സങ്കല്പത്തിന്റെ പ്രതീകമാണ്. പർവ്വതം പോലെ ദൃഢമായ നിലപാടും ആശ്രയസ്ഥാനവുമാണ് അവൾ.